നോക്കിയേ തങ്കച്ചിച്ച് വന്നിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. വറുത്തരച്ച ചിക്കൻ കറി ആയിട്ട് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും കാണാം. ഓടിവായോ. അപ്പൊ നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം കേട്ടാ. അതിലേക്ക് നമുക്ക് 2 കഷ്ണം പട്ട, ഒരു 3 ഏലക്കായ, ഒരു തക്കോലത്തിന്റെ ഈ 2 പീസ്, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക് എല്ലാം കൂടി ഒന്ന് കയ്യെ ചൂടാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഇത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ വശവും നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തേങ്ങ വറവ് ശരിയാവില്ല കേട്ടോ. പിന്നെ ഹൈ സ്പീഡിൽ വെച്ചിട്ട് വറുത്തൊന്നും കൊടുക്കരുത്. പയ്യെ തീ കുറച്ചും കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം. കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിലില്ലേ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ബേ ലീഫ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പട്ടയും ഗ്രാമ്പൊക്കെ ഇടൂല്ലേ, ആ ടൈമിൽ ഇട്ടാലും മതി. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് തേങ്ങ ഇട്ടാലും മതി. അപ്പം ഞാൻ തേങ്ങ ഇട്ടതിന് ശേഷമാണ് ബേ ലീഫ് ഇട്ട് കൊടുത്തത്. അതെ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ബേ ലീഫ് ഇട്ട് കണക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് കളറൊക്കെ മാറി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കില്ലേ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. എല്ലാ വശവും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ വശവും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മുരിച്ചെടുക്കണം വറുത്ത്. ഇനി നമുക്ക് ഇതൊന്നും കൂടി കളർ മാറാൻ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്കില്ലേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ഈ സ്പൂൺ 1/2 ടീസ്പൂണിന്റെ കേട്ടോ. പിന്നെ നമുക്കൊരു മഞ്ഞപ്പൊടി അധികം ചേർക്കണ്ട. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതൊന്ന് പയ്യെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. ആ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞു വരണം. അപ്പൊ ഇതൊന്ന് പയ്യെ വറുത്തെടുക്കാം കേട്ടാ. തീ ഒട്ടും കൂട്ടി വെച്ചത് കേട്ടാ, കരിഞ്ഞു പോകും കേട്ടാ. അപ്പൊ പയ്യെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തേങ്ങ വറുക്കാൻ നേരത്തൊന്നും നമ്മൾ വെളിച്ചെണ്ണ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടാ. ഈ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മൊരിയിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ മൊരിയിച്ചെടുക്കാൻ. ഇത് പ്രത്യേകം പറയണതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകും. അപ്പൊ കരിഞ്ഞ ഒരു രസം വരും, കൈപ്പുരസം. അതാണ് ഞാൻ എടുത്ത് പറയണത് കേട്ടോ. ഇത് അപ്പൊ ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ട് ഇത്രേ ഉള്ളൂ തേങ്ങ വറുക്കല്. തേങ്ങ വറുത്ത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്തില്ലെങ്കിൽ ചീൻചട്ടിയിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പൊ ആദ്യം ഒന്ന് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം കേട്ടോ. ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സവാള ചേർക്കണം. അപ്പൊ സവാളയൊന്നും അധികം ചേർക്കാൻ കേട്ടോ. ഞാനിപ്പോ ഒരു ചെറിയ സവാളയാണ് ഇതിൽ ഇട്ടക്കണം. അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചിട്ടതും. ഇനി നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കൊരു വലിയ തക്കാളി അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുക. ഇതിലോട്ട് 2 കറിവേപ്പില. ഇത് നമുക്ക് ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം, വെന്ത് വരട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്, സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറ് കഴിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പൊ ഞാനൊരു 1 കപ്പ് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതൊന്ന് നമുക്ക് ചാറിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് എടുക്കാൻ പോണത്. അപ്പം എനിക്ക് ഇച്ചിരി ചാറ് വേണം. അപ്പം നിങ്ങളിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് ചാറ് നീട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ചാറൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇത് തിളച്ച് വരട്ടെ. ഉപ്പ് ചേർത്തിട്ടില്ല, അതിനപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ സവാള വാട്ടിയപ്പോഴേക്കും ഉപ്പ് ചേർത്തില്ലല്ലോ, അപ്പം ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ചാറ് തിളച്ചിട്ടുണ്ട്, നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ ചേർക്കണത്. അപ്പം നിങ്ങൾക്ക് എത്ര ചിക്കൻ ഉണ്ട് അതിൻ്റെ അളവനുസരിച്ച് പൊടികളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് തീ കുറച്ചിട്ട് നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ കറി എവിടെ വരെ ആയെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി വെക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കറിയുടെ പരിപാടി. എല്ലാം